ഹായ്, ഞാൻ ഐഷ ഷംസ്. ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ. ഒരു നാടൻ മുളകിട്ട ഡിഷ് കേട്ടോ. പിന്നെ അതിലേക്ക് സവാള നൈസായിട്ട് അരിയണം, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിയണം കേട്ടോ. പിന്നെ പച്ചമുളകും, അതേപോലെ തന്നെ തക്കാളിയും കരിവേപ്പിലയിട്ട് പിന്നീട് ചിക്കൻ കഴുകി വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് ഒരു 3/4 കിലോ ചിക്കനേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പെടുത്തിടണേ. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി. പിന്നീട് ശകലം ഉലുവ ചേർക്കണം. അതേപോലെ തന്നെ ഒരു ശകലം പെരിഞ്ചീരകവും ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇവയൊക്കെ പാടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ആ ജ്യൂസൊക്കെ ഇതിനകത്തൊക്കെ ഇറങ്ങി വരണം. ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും അതുപോലെ തന്നെ ചിക്കൻ്റെ ഒക്കെ ജ്യൂസൊക്കെ ഇതിനകത്ത് നല്ലോണം ഇറങ്ങി ഒരു 3 മിനിറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട, നന്നായിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ചിക്കനിലേക്ക് വിൽക്കുന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നാൽ ഞാനിടുന്ന എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ? വിഷു അല്ലേ വരുന്നത് അല്ലേ? എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിലൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ കണ്ട ചിക്കനും കുറച്ച് വെള്ളയും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കനിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കറി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ മുക്കി ഒഴിക്കലല്ല, അത്യാവശ്യം. ഞാൻ താളിച്ച ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പച്ചക്കറി താളിക്കാൻ വേണ്ടി ചട്ടി എടുത്തിരുന്നു, ഉള്ളി താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ചത്. എന്നിട്ട് അതിനകത്തേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട വെളിച്ചെണ്ണ എടുത്തൊഴിക്കുക. വെളിച്ചെണ്ണയിൽ ഇത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലെടുത്ത് നന്നായിട്ട് ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക, ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അതിനകത്ത് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് മതി കേട്ടോ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് ആ എണ്ണയൊക്കെ ഉള്ളിയൊക്കെ ചെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് നിങ്ങൾ ചോറിന് വെച്ച് നോക്കും. ഇത് കൂട്ടിയൊന്ന് ചോറിൻ്റെ സൈഡിൽ വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചോറ് കുഴച്ച് കഴിക്കുമ്പോഴുള്ളൊരു രസം എന്താണെന്നുള്ളത്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, താങ്ക്സ്.